തുമ്പിമോൾ എന്തായി മുഖം കൊണ്ട് കോപ്രായം കളിക്കുന്നതെന്നറിയോ? കുളിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കരയുന്നുണ്ട് കേട്ടോ. അതിന് കളിയാക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കളിയാക്കൽ കുറച്ച് കൂടിയിട്ടുണ്ട് പെണ്ണിന്. പിന്നെ ഇതാ കുളിസീനാണെങ്കിലും വേണ്ടില്ല വ്ളോഗ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് എടുത്തോണ്ടിരിക്കുകയാണ്. ഇവള് വ്ളോഗ് എടുക്കുന്നതും ഫോൺ വിളിക്കുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതൊക്കെ വേറെ ലെവലാണ് ഗൈസ്. ഞാൻ എന്തായാലും ഒരു പ്രാവശ്യം ഓൺ വോയിസ് എടുത്തിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓനെ കുളിപ്പിക്കുന്നതൊക്കെ കാര്യമായിട്ട് കണ്ട് ഇന്നാണ് തുമ്പി ആദ്യമായിട്ട് വാവനെ കുളിപ്പിക്കുന്നത് കാണുന്നത്. സാധാരണ തുമ്പമ്മ അംഗനവാടി പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ കലാപരിപാടികളൊക്കെ ഇവിടെ അരങ്ങേറാറ്. പക്ഷേ ഇന്ന് തുമ്പി അംഗനവാടിയിൽ പോയിട്ടില്ല ഗൈസ്. അതും നമ്മൾ നിർബന്ധിച്ചിട്ട്. കാരണം അവൾക്ക് ചെറിയൊരു വയറുവേദന എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ പോകണ്ടെന്ന് പറഞ്ഞു. അതിന് കുറേ വാശി പിടിച്ച് പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു വിധത്തിൽ പറഞ്ഞങ്ങ് നിർത്തി. ഇപ്പം അമ്മമ്മ അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുന്നമ്മയെ കുളിപ്പിക്കാൻ? അത് സത്യമാണ് കേട്ടോ. റീനമ്മയ്ക്ക് ഇത്രയും ചെറിയറ്റങ്ങളെ കുളിപ്പിക്കാൻ ഭയങ്കര പേടിയാണ്. ചെക്കൻ കുളിച്ചു കഴിഞ്ഞാൽ വിശപ്പിലാന്ന് തോന്നുന്നു അമ്മമ്മേന്റെ പാല് കുടിക്കാനൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞാൽ റീനമ്മ കുളിപ്പിക്കും കേട്ടോ. അപ്പോൾ വലിയ പേടിയില്ല. പക്ഷെ ഇത്രയും ചെറിയറ്റങ്ങളെ കുളിപ്പിക്കാൻ ഇച്ചിരി പേടി തന്നെയാണ്. പിന്നെ വയസ്സായിട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുമായിരുന്നു. പക്ഷെ തുമ്പി വിടുന്ന ലക്ഷണമല്ല. ഇവിടെ 2 ആൺകുട്ടികളെ മേയ്ക്കാൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇവളെ ഒരു നടക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നില്ല. അവസാനം ഓളെ വാശിക്ക് നിന്ന് കൊടുക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ 30 കയറി ഇതാ പോവാണ് കേട്ടോ. ഈ തുമ്പി അംഗനവാടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവളെ പാസരത്തിൻ്റെ കിൽക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ തുമ്പി ഇതാ അവിടെ കിടന്നിട്ട് കുട്ടീനെ ബേബ് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ ഇതാ തലയണ കാലുമേൽ വെച്ചിട്ട് അതിൽ കിടത്തുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പരിപാടിയെന്ന്. ഇതിപ്പോൾ ഞാൻ ബേബ് ചെയ്യുന്നത് കണ്ടിട്ട് ബേബ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആര്യമാമി കുഞ്ഞുമാവൻ എങ്ങനെയാണോ അല്ലെ കിടത്തുക, അതായത് കിച്ചൂട്ടൻ എങ്ങനെ കിടത്തിയിട്ട് ഇങ്ങനെ കാലുകൊണ്ട് ആട്ടി കൊടുക്കുന്നത് കാണലുണ്ട്. അത് കണ്ടിട്ട് കുട്ടി ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ. തുമ്പിന്റെ എല്ലാ കോപ്രായങ്ങളും കണ്ടുകൊണ്ടിരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഇത് അവിടെ റീനമ്മയും അമ്മമ്മയും അമ്മച്ചനൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടിക്ക് സന്തോഷമാണ്. അമ്മമ്മ കുട ഉണങ്ങാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ നനയാത്ത ബാക്കിയൊക്കെ നനഞ്ഞത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. എന്തൊരു ബുദ്ധി അമ്മമ്മ. ഇതൊക്കെ എവിടെ ഞങ്ങൾ വെച്ചത്? ഏയ് ബുദ്ധിമതി. എന്താണെന്നറിയില്ല. അമ്മമ്മേൻ്റെ പിന്നാലെ നടന്ന് ചൊറിയാൻ നല്ല രസമാണ് കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേതാ മഴ വരിക പോവുക തന്നെയാണ് പരിപാടി. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? അയൽമേൽ ഇടുക എടുക്കുക. ഇതാണ് അമ്മേൻ്റെ പരിപാടി. തോറ്റിട്ടില്ല തോറ്റ് ചരിത്രം കേട്ടിട്ടില്ല എന്ന് കേട്ടില്ലേ, അതുപോലെയാണ്. മഴയുടെ അടുത്ത് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ അല്ലൂട്ടൻ വന്നിട്ടുണ്ട്. അല്ലൂട്ടൻ്റെ വെനസ്ഡേയിൽ സ്പോർട്സ് യൂണിഫോമാണ് കേട്ടോ ഇത്. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല എന്നുള്ള മട്ടിൽ തന്നെ അല്ലൂട്ടൻ ഇന്നും 9 വാങ്ങിച്ച് വന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ പാച്ചുവച്ചനും ഇളയമ്മയും അശ്വിനിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അശ്വിനിയോട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. കുട്ടി നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്ത് വെച്ച്. അപ്പോൾ ഇന്ന് തൽക്കാലം നിങ്ങൾ ഫോട്ടോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളി. ഇളയമ്മ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒന്ന് വാവേനെ കാണുന്നത്. അച്ഛൻ കാലിത്തീറ്റ എടുക്കാൻ പോണ വഴിക്ക് ഇവിടെ കയറിയതാണ് കേട്ടോ. അതുകൊണ്ട് അച്ഛൻ വേഗം പോയി. ഇളയമ്മയും അശ്വിനിയും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഈ സാധനം ദിവസം ഇങ്ങോട്ട് വരുന്നു പറഞ്ഞ മനുഷ്യത്തെയാണ്. പക്ഷേ ആണ്ടിൽ സംക്രാന്തിക്കാണ് വരുന്നതെന്ന് മാത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ മിസ് ചെയ്യുന്നില്ലേ? നമ്മളെ ചുണ്ടുമണി ഇത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അല്ലും തുമ്പി അകത്ത് എന്തോ കാര്യമായ കളിയിലാണ്. അതാണ് പിക്ചറിലില്ലാത്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വൈശാഖേട്ടൻ എന്താ അശ്വിനിനെ ഇളയമ്മനെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ 2 ആളും വേഗം വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുവരെ ബേബി. See you. Bye.